കൊള്ളിക്കച്ചിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? അപ്പം നമ്മളിന്ന് അതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണേ. ഇതിന് ഇത്ര ഹൈപ്പ് തരുന്ന രീതിയിൽ ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഈന്തപ്പഴം കുരുക്ക് കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ആവശ്യത്തിന് ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് ഇനിയിപ്പോൾ കുറച്ചേച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതേ കൊള്ളിയൊക്കെ പാക്ക് ചെയ്ത് പൊട്ടിച്ചെടുപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇത്ര ഇടേണ്ട ആവശ്യമുണ്ടോയെന്ന്. പിന്നെ എൻ്റെ ഓവർ കോൺഫിഡൻസിന് ഞാൻ പറഞ്ഞു അതൊക്കെ കഴിച്ച് പൊക്കോളും എന്ന്. എന്ത് കാര്യം ഉണ്ടായി? അപ്പങ്ങളുടെ അടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. അഹങ്കാരം അത് തന്നെ. ഇനിയിപ്പോൾ ദേ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ദൈവമേ ഇത്ര അങ്ങോട്ട് ഇടണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും എൻ്റെ അനിയനും പേഴ്സണലി ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത്ര ഹൈപ്പ് തരുന്ന രീതിയിലുള്ള ടേസ്റ്റൊന്നും ഇതിന് ഇല്ല എന്നുള്ളതാട്ടോ. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സാഹചര്യങ്ങൾ ഒത്തു വരുവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ ആൻഡ് ടാറ്റാ.